നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. US ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന സൂചന വരുമ്പോഴും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പ്രമുഖ ഇറാൻ പത്രമായ ടെഹ്റാൻ ടൈംസിലൂടെ രാജ്യം US-ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്ന വാർത്തയിൽ ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലാകും മടങ്ങിപ്പോവുക എന്ന കടുത്ത ശാസനയാണ് ഉള്ളത്. പശ്ചിമേഷ്യയിലേക്ക് 10,000-ഓളം അധിക സൈനികരെ വിന്യസിക്കാൻ US ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ ഇങ്ങനെ പ്രതികരിച്ചത്. അമേരിക്കയുടെ ഒരു വിമാനം കൂടി തകർത്തു എന്ന അവകാശവാദവുമായി ഇറാൻ വന്നിട്ടുണ്ട്. നിരീക്ഷണ വിമാനമാണ് തകർത്തത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടുവെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിൽ അമേരിക്ക വീണ്ടും സൈനിക ശക്തി ഉയർത്തിയിരിക്കുകയാണ്. 3,500 സൈനികരെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷബാധിത പ്രദേശത്തേക്ക് എത്തിയത്. ഇതോടെ US സൈനികരുടെ എണ്ണം 10,000 കവിഞ്ഞു. അത്യാധുനിക യുദ്ധക്കപ്പലായ USS ട്രിപ്പോളി ഏകദേശം 2,500 സൈനികരുമായി പശ്ചിമേഷ്യൻ തീരത്തെ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് US കമാൻഡ് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ USS ബോക്സറും സാന്റിയാഗോയിൽ നിന്നുള്ള നാവിക യൂണിറ്റുകളും ഉടൻ തന്നെ സംഘർഷ മേഖലയിൽ എത്തുമെന്ന് US കമാൻഡ് വ്യക്തമാക്കി. US കമാൻഡിന്റെ എക്സ്പോസ്റ്റിലാണ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക സൈനിക ശേഷി ശക്തിപ്പെടുത്തിയെന്ന കാര്യം അറിയിച്ചത്. ഇതോടെ കരയുദ്ധം ഉടൻ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയായിരുന്നു. എന്നാൽ കരസേനയെ വിന്യസിക്കാതെയും കരയുദ്ധമില്ലാതെയും ഇറാനെ പരാജയപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അമേരിക്ക പറയുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യം പ്രസ്താവിച്ചത്. മേഖലയിൽ ഒരു കരസേന ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടി വന്നതോടെ തീരുമാനം ഇറാൻ കടുപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് US വാദിക്കുമ്പോഴും ഇറാന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് പെന്റഗണിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും ഇറാൻ അറിയിച്ചു. പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് സമീപം സൈനികരെ വിന്യസിക്കാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ ആക്രമണം നടത്തി. ലെബനനിൽ 3 മാധ്യമപ്രവർത്തകരും ഒരു സൈനികനും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ആക്രമണം നടത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചർച്ച നടത്തി. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തുർക്കി, സൗദി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ചേരുന്നുണ്ട്. എങ്കിലും ഉടനൊരു സമാധാന ഉടമ്പടിക്ക് സാധ്യത കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അമേരിക്കൻ ആക്രമണം തുടരുമ്പോഴും ഇറാൻ ഇപ്പോഴും തളർന്നിട്ടില്ല. ഇറാന്റെ സഹായത്തിന് ഇപ്പോൾ ഹൂതികളും എത്തിയിരിക്കുകയാണ്. അവർ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ബാബേൽ മന്ദേബ് പിടിച്ചെടുക്കുമെന്നാണ് ഹൂതികളുടെ വെല്ലുവിളി. ഹോർമിസിനൊപ്പം ബാബേൽ മന്ദേബ് കൂടി അടച്ചാൽ ഇന്ധനക്ഷാമം അതിന്റെ ഉച്ചസ്ഥായിയിലാകും. ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നും പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2ാം തവണയാണ് ഇസ്രയേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇസ്രയേൽ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ തിരിച്ചടി തുടരുമെന്നും ഹൂതികളുടെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാൻ അനുകൂല ഹൂതികൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളായതോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ച് ഹൂതികൾ ആദ്യമായി യുദ്ധത്തിൽ പങ്കാളികളായത്. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. ചർച്ചയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസം കൂടി ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ ആക്രമണം തുടർന്നതാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ഇറാനു നേരെയുള്ള സൈനിക നടപടി തുടർന്നാൽ വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല, ഇറാനെതിരായ അധിനിവേശ നീക്കം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു. അതേസമയം ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യം യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതല്ല. ഇതിനിടെ മധ്യപൂർവ്വ ദേശത്തെ US ഇസ്രയേൽ സർവകലാശാലകൾ ലക്ഷ്യമിടുന്നു എന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് രംഗത്തെത്തി. US ഇസ്രയേൽ സഖ്യം ഇറാനിലെ സർവകലാശാലകൾ ആക്രമിച്ചതിനു പിന്നാലെയാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്.
കരയുദ്ധം എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിനായുള്ള ഒരുക്കങ്ങൾ മേഖലയിൽ നടത്താൻ തുടങ്ങി. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പൂർണ്ണമായ സൈനിക നീക്കമായിരിക്കില്ലെന്നും പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണമായിരിക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഖാർഗ് ദ്വീപിലും ഹോർമൂസ് കടലിടുക്കിലും സൈനിക നീക്കം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗന്റെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുമോ എന്നത് വ്യക്തമല്ല. പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ US വിന്യസിച്ചിട്ടുണ്ട്. USS ട്രിപ്പോളി യുദ്ധക്കപ്പലിൽ 3500 US സൈനികർ മേഖലയിൽ എത്തിയിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് അറിയിച്ചതാണ് ഇത്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുക തന്നെയാണ്. ഇസ്രയേലിന്റെ റഡാർ കേന്ദ്രം ഉൾപ്പെടെ വിവിധ വ്യവസായ കേന്ദ്രങ്ങൾ ഇറാൻ തകർത്തിട്ടുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് നൽകിയെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US UK സംയുക്ത സൈനിക കേന്ദ്രമായ ഡീഗോഗാഷിയുടെ വിവരങ്ങൾ മാർച്ച് 24-ന് റഷ്യ ഇറാന് കൈമാറിയതായി സെലൻസ്കി ആരോപിച്ചു. കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും വിവിധ രാജ്യങ്ങളുടെയും എണ്ണപ്പാടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ചിത്രങ്ങളും പകർത്തി നൽകിയിട്ടുണ്ടെന്നാണ് സെലൻസ്കിയുടെ ആരോപണം. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.